സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ 4 മാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം സംസാരിക്കുകയുണ്ടായി. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും റജബും. ആ ദുൽഖഅദ് മാസം നാം ഇന്നത്തോടുകൂടി പിന്നിടുകയും ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറെ പവിത്രമേറിയ, ഏറെ ശ്രേഷ്ഠകരമായ 10 ദിവസങ്ങളാണ് നാളെ മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്നത് ദുൽഹിജ്ജയിലാണ്. ഈ 10 ദിനങ്ങൾ എന്നത് ഏറെ ശ്രേഷ്ഠകരമാണ്. ഈ ശ്രേഷ്ഠകരമായ ദിനങ്ങളിൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കാര്യങ്ങളൊക്കെ, ചില മരണവാർത്തകളൊക്കെ പത്രങ്ങളിലൂടെ നാം കാണുകയുണ്ടായി. ബീഹാറിൽ നിന്നെത്തിയ 2 പ്രായമായ ആളുകൾ, അവർ ലിഫ്റ്റിൽ നിന്ന് വീണ് മരണപ്പെട്ട വാർത്ത നാം വായിക്കുകയുണ്ടായി. അല്ലാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ആളുകൾ ഹജ്ജിന് പോകുന്നത്. ആ ഹജ്ജിന്റെ പ്രതിഫലവും പ്രാധാന്യവും കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം സൂചിപ്പിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നാട്ടിലാണുള്ളത്. നാട്ടിലുള്ള നമുക്ക് ഏറെ പ്രതിഫലമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളിൽ അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചത് മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് നൽകുമെന്നാണ്. നാളെ മുതൽ പെരുന്നാളോടുകൂടിയുള്ള ആ 10 ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ പോലെയല്ല. അന്ന് നാളെ മുതലുള്ള ആ 10 ദിവസങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യവും ചിന്തയും ഇന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് നാം സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. നാളെ മുതൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ പ്രതിഫലം നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. നമ്മുടെ നമസ്കാരമാണെങ്കിലും, നമ്മുടെ ആരാധനകളാണെങ്കിലും, നമ്മുടെ ദാനധർമ്മങ്ങളാണെങ്കിലും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു ഏറെ പ്രതിഫലം നൽകുന്ന 10 ദിവസങ്ങൾ. സഹാബിമാർ പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമോ? ആ ധർമ്മസമരത്തിന്, ആ കാലഘട്ടം അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ആ ധർമ്മസമരത്തിന് ഏർപ്പെടുന്ന ഒരാൾക്ക് ഈ 10 ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലം ലഭിക്കുകയില്ലേ എന്നതാണ് ചോദ്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന് പുറപ്പെടുകയും ആ ധർമ്മസമരത്തിന് പോയി ആ മനുഷ്യൻ തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ ഇതിനേക്കാൾ പ്രതിഫലം ലഭിക്കും. അതല്ലെങ്കിൽ കൂടുതൽ പ്രതിഫലം ഈ 10 ദിനങ്ങളിലുള്ള ഇബാദത്തുകൾക്കാണ്, നന്മകൾക്കാണ്, ആരാധനകൾക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾക്ക് ഈ പ്രതിഫലം? ഈ ദുൽഹിജ്ജ മാസം എന്നത് ഹജ്ജിന്റെ മാസമാണ്.
എല്ലാ ആരാധനകളും ഒന്നിച്ചു വരുന്ന മാസമാണ്. മറ്റുള്ള മാസങ്ങളിലൊന്നും ഹജ്ജിന്റെ മാസമല്ല. ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് കൂടി നമ്മുടെ ഇബാദത്തുകളിൽ, മുസ്ലിങ്ങളുടെ ഇബാദത്തുകളിൽ കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് ഇത്രയേറെ പ്രതിഫലം. ഹജ്ജ് എന്ന കർമ്മം പൂർണ്ണമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ഭാര്യയായ ഹാജറിന്റെയും ത്യാഗസ്മരണകളാണ് ഹജ്ജിന്റെ സന്ദേശം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശമോ ചരിത്രമോ ഹജ്ജിൽ പൂർണ്ണമായി കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? വിശുദ്ധ ഇസ്ലാം എന്ന മതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു മതമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ വിശുദ്ധമായ ഈ ദീനിനെ സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാരിലൂടെ കൈമാറി വന്ന ഒരു മതത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ളത് എന്ന സന്ദേശമാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗം ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ത്യാഗം ചെയ്തവരാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ഏറെ ത്യാഗം ചെയ്തു. കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം അത് സൂചിപ്പിച്ചു. ജനിച്ചു വളർന്ന വീട്ടിൽ പിതാവിന്റെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏകദൈവ വിശ്വാസം തന്റെ കുടുംബത്തിൽ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു ഒരുപാട് കാലത്തിന് ശേഷമാണ് മകനെ നൽകുന്നത്. ആ മകനെ മക്കയിൽ ആരുമില്ലാത്ത ഒരു പ്രദേശത്ത്, മക്കാ മണലാരുണ്യത്തിൽ അവരെയും ആ മകനെയും ഭാര്യയെയും താമസിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു. മകൻ ഒരു പ്രത്യേകമായ പ്രായമെത്തിയപ്പോൾ ആ മകനെ അറുക്കണമെന്ന കൽപ്പനയുണ്ടാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം എടുത്താൽ അത് ത്യാഗത്തിന്റെ ഒരു ജീവിതമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. ഹാജറിന്റെയും ജീവിതം അങ്ങനെ തന്നെയാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അവർ ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ഒരു കാര്യം കൊണ്ടല്ല, ഓരോ കാര്യത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിക്കുമോ എന്നതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. അള്ളാഹു നൽകുന്ന സർട്ടിഫിക്കറ്റ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചു. ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെയെല്ലാം പൂർത്തിയാക്കി. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഞാൻ നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു, നേതാവാക്കുന്നു. കാരണം എന്താ? എല്ലാ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിജയിച്ചു എന്നതാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ വളർന്ന ഒരു പ്രവാചകന്റെ ത്യാഗമാണ്, ആ ത്യാഗസ്മരണയെ അഴവിറക്കുന്ന ഒന്നാണ് വിശുദ്ധമായ ഹജ്ജ് എന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ കുറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിലെ 69 മുതൽ 89 വരെയുള്ള വചനങ്ങൾ, 20 വചനങ്ങൾ ഇബ്രാഹിം നബിയെ കുറിച്ചുള്ള ചില ആയത്തുകളാണ്. അതിൽ തന്നെ 83 മുതൽ 89 വരെയുള്ള വചനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിച്ചു. അള്ളാഹുവിന്റെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടു. ഓരോ പരീക്ഷണങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ്, ആ പ്രാർത്ഥനയിലെ 3 കാര്യങ്ങളാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി ഇബ്രാഹിം നബി പറയുന്നത്, റബ്ബി, എന്റെ റബ്ബേ, ഹബ്ലി, നീ എനിക്ക് നൽകണം റബ്ബേ, ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ നീ എനിക്ക് ഹുക്മ നൽകണം, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണം റബ്ബേ എന്നതാണ്.
എന്താണ് ഹുക്മ് എന്നാൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ്, ഖലീലുള്ളാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ച, പൂർണ്ണമായി അല്ലാഹുവിന് കീഴൊതുങ്ങി ജീവിച്ച, ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടം മാത്രം പ്രവർത്തിച്ച ഇബ്രാഹിം നബി വീണ്ടും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ നീ എനിക്ക് ഹുക്മ് നൽകണം എന്നതാണ്. എന്താണ് ഹുക്മ്? ഹുക്മ് എന്നാൽ ഇൽമൻ കസീറ, ധാരാളം അറിവുകൾ എന്നാണ് അതിന്റെ ഒരർത്ഥം. രണ്ടാമത്തേത് അഅരിഫു ബിഹിൽ അഹ്കാം വൽ ഹലാൽ വൽ ഹറാം. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഹലാലും ഹറാമും എന്താണ് എന്നത് എനിക്ക് നീ പഠിപ്പിച്ചു തരണം. എന്നിട്ട് ആ ഹലാലിനെയും ഹറാമിനെയും വേർതിരിച്ച് ഹറാമുകൾ ജീവിതത്തിലേക്ക് വരാതെ ഹലാലിൽ ജീവിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബേ എന്നതാണ് ഹുക്മ്. മൂന്നാമത്തേത് ഹുദൂദുല്ലാഹി വ അഹ്കാമുഹു, അല്ലാഹു വെച്ച ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ എന്നെ നീ സഹായിക്കണം റബ്ബേ എന്നതാണ് ഹുക്മ്. ആരാണിത് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരു പ്രവാചകൻ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച ഒരു പ്രവാചകൻ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ മാത്രം നെഞ്ചേറ്റിയ ഒരു പ്രവാചകൻ റബ്ബിനോട് പറയുന്നത്, റബ്ബേ എന്റെ ജീവിതത്തിൽ ഹറാമു വരാതെ ഹലാലിൽ ജീവിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബേ. അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബേ. അതിനുള്ള വിജ്ഞാനവും അറിവും എനിക്ക് നീ പ്രദാനം ചെയ്യണം റബ്ബേ എന്നതാണ്. ആ ചോദ്യം, ആ പ്രാർത്ഥന ഇബ്രാഹിം നബി നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ജീവിതത്തിൽ ബോധ്യപ്പെട്ട വിഷയങ്ങളിൽ ഉറച്ചു നിന്നു. മതത്തിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ, ജീവിതത്തിൽ അറിഞ്ഞ മുഴുവൻ വിഷയങ്ങളിലും ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് നാട്ടിലെ സമ്പന്നനായ, നാട്ടിലെല്ലാവരും ബഹുമാനിച്ചിരുന്ന പിതാവിനെ വിശ്വാസത്തിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപദേശിക്കുന്നത്. ഇത് ഖാല ലി അബീഹി, ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. യാ അബത്തി, എന്റെ പൊന്നുപ്പ. അതാണ് അതിന്റെ മലയാളാർത്ഥം. വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ ബാപ്പാനോട് പറഞ്ഞു, യാ അബത്തി, എന്റെ ഉപ്പച്ചി എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ഉപ്പച്ചി. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. നിങ്ങൾ എന്തിനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബാപ്പ? മാ ലാ യസ്മഉ, കാണാൻ കഴിയാത്തവയെ, കേൾക്കാൻ കഴിയാത്തവയെ, വലാ യുബ്സിറു, കാണാൻ കഴിയാത്തവയെ, വലാ യുഗ്നി അൻക ശൈആ, താങ്കൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തവയാണല്ലോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. യാ അബത്തി, എന്റെ പൊന്നുപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. എന്റെ ഉപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടാത്ത ഒരു ഹിദായത്ത്, ഒരു നന്മ എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ആ നന്മയെ നിങ്ങൾ പിന്തുടരണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. ആ പിശാച് നിങ്ങൾ അവസാനം കൈവിട്ട് കളയും. യാ അബത്തി, എന്റെ പൊന്നുപ്പ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശൈത്വാനി വലിയാ. എന്റെ പൊന്നുപ്പ, നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ വരുന്നതിനെ, നാളെ പരലോകത്ത് വന്നെത്തുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ ഒരിക്കലും മിത്രമാക്കരുത്. വിഗ്രഹാരാധകനായിരുന്ന പിതാവിനോട്, ആ പിതാവിന്റെ ബുദ്ധിയോട്, ആ പിതാവിന്റെ ചെലവിൽ കഴിയുമ്പോൾ ആദർശം മനസ്സിലാക്കിയ, ഹുക്കുമിനു വേണ്ടി പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി എന്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഭയന്നു നിന്നില്ല. വളരെ സ്നേഹത്തോടെ ആദർശം ആ ഉപ്പയോട് പറയുകയാണ്. അതാണ് ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഹുക്മ നൽകി. പിന്നീട് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നാട്ടുരാജാവിനെയാണ്. രാജാവിന്റെ അടുത്തേക്കാണ് കടന്നു ചെല്ലുന്നത്. അവിടെയും എന്താണ് പറയുന്നത്? അവിടെയും പറയുന്നത് ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ മതപരമായി അറിഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തുക എന്ന കാര്യത്തിൽ
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണമായി ആ വിഷയത്തെ ഉൾക്കൊണ്ട ഒരു പ്രവാചകനായിരുന്നു. അതാണ് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ഇനി നമ്മളെ കുറിച്ച്, ഞാനടക്കമുള്ള നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഹുക്മ്, ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വിജ്ഞാനം, നമുക്കുള്ള അറിവ്, നാം പറയുന്ന കാര്യങ്ങൾ, നാം കേൾക്കുന്ന കാര്യങ്ങൾ, ഇത് പൂർണ്ണമായി ഞാൻ സ്വീകരിക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇതാർക്കുണ്ടായി? ജീവിതത്തിൽ എല്ലാ ത്യാഗങ്ങളും നിർവഹിച്ച, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് എന്ന് അള്ളാഹു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇതുണ്ടായി. നമ്മൾ അതൊന്നും ലഭിച്ച ആളുകളല്ലല്ലോ. നമുക്ക് അള്ളാഹു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും നൽകിയിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കുക, എന്നാൽ മുസ്ലിം സമുദായത്തിൽ അത് ഉണ്ടാകുന്നുണ്ടോ എന്ന്. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നാളെ പരലോകത്ത് പരാജയമാണ് എന്ന അറിവില്ലാത്ത എത്ര മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാകും? 5 വക്ത് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് എന്റെ വാക്സാമർത്ഥ്യം കൊണ്ട്, എന്റെ വളവ് കൊണ്ട്, ഞാൻ ഇവിടെ എന്റെ സംസാരം കൊണ്ട് രക്ഷപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ മുൻപിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എത്ര സ്വതക്ക നൽകിയാലും, എത്ര നല്ല സ്വഭാവമുണ്ടായാലും, എത്ര നല്ല വിശ്വാസമുണ്ടായാലും, എത്ര സമ്പത്തുണ്ടായാലും, എത്ര അധികാരമുണ്ടായാലും നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ കാര്യം പൂർണ്ണമായി നെഞ്ചേറ്റാൻ എത്ര ആളുകൾക്ക് സമൂഹത്തിൽ സാധിക്കുന്നുണ്ട്? 2 നമസ്കാരങ്ങൾ, ഒന്ന് സുബഹി, മറ്റൊന്ന് ഇശ, ഈ 2 നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന് മടിയുണ്ടാകുക മനസ്സിൽ നിഫാഖുള്ള ആളുകൾക്കാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അഖ്ഖലു സ്വലാത്ത് അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഫജ്ർ വസ്വലാത്തുൽ ഇശാ. 2 നമസ്കാരങ്ങൾക്ക് ചെറിയ ഒരു മടി, ളുഹറും അസറും മഗ്രിബും ജമാഅത്തായി നമസ്കരിക്കുന്നവർക്കും 2 നമസ്കാരങ്ങൾ കുറച്ച് ഭാരമായി കൊണ്ട് അനുഭവപ്പെടും. അതിലൊന്നേതാ? സ്വലാത്തുൽ ഫജ്ർ, രണ്ടാമത്തേതോ സ്വലാത്തുൽ ഇശാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലൗ യഅലമൂന മാ ഫീഹിമാ, എന്നാൽ ആ 2 നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബവാ, അവർ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു. വാഹനം വേണമെന്നില്ല, കാലു വേണമെന്നില്ല, അവർ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു. ഇതൊരറിവാണ്. ഈ അറിവിനെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ കനം. ഇബ്രാഹിം നബിയാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, എനിക്ക് നീ അറിവ് നൽകണം, ഹലാലും ഹറാമും അറിയണം, എനിക്ക് എന്റെ മതത്തിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള ഇൽമ് എനിക്ക് വേണം, അത് ജീവിതത്തിൽ പകർത്താൻ എന്നെ സഹായിക്കണം എന്ന് അള്ളാഹു കൂട്ടുകാരനാണ് എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം റബ്ബിനോട് പറയുകയാണ്. ഇനി നമസ്കരിക്കുന്നവർ, എപ്പോഴെങ്കിലൊക്കെ നമസ്കരിക്കുന്നവർ, ആ നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹറാമുകളുടെ കാര്യത്തിൽ സമൂഹത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിൽ മദ്യപിക്കുക എന്നത് നിഷിദ്ധമാണ് എന്നറിയാത്ത മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതര മതസ്ഥർ പോലും മുസ്ലിങ്ങൾക്ക് മദ്യം നിഷിദ്ധമാണ് എന്ന് മുഴുവൻ മനുഷ്യന്മാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ മനസ്സിൽ കുറച്ചൊക്കെ പടച്ചോനെ പേടിയുള്ള ആളുകൾ കൂട്ടുകാരന്മാരുടെ കൂടെ യാത്ര പോകുമ്പോ, കേരളം വിട്ടൊന്ന് മുകളിലേക്ക് പോകുമ്പോ, സ്വന്തമായി റൂമെടുത്ത് 4-5 ആളുകൾ കൂട്ടുകാരുടെ കൂടെ ഒന്നൊന്നിച്ചിരിക്കുമ്പോൾ ഞാനൊന്ന് മാറി നിൽക്കുന്നത് മോശല്ലേ, എന്നൊരു മോശക്കാരനായിട്ട് വിലയിരുത്തൂലേ എന്ന് വിചാരിച്ച് ഒരു പെഗ് എന്ന് പറയുമ്പോ നോ എന്ന് പറയുക എന്നതാണ് ദീൻ. പക്ഷെ അത് ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഹുക്കുമും ഇൽമും മനസ്സിനകത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. അവിടെയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. നാളെ പരലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത്തിൻ മിൻ വറാഇഹി അദാബുൻ ഗലീദ്. ഖുർആനിലെ ഒരായത്താണിത്. ഇത് ഖുർആനിലെ ഒരായത്താണ്. ഇത് നമുക്ക് തമാശയാക്കാനുള്ളതല്ല. ഇത് അള്ളാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടോ?
പരലോകത്ത് നമുക്ക് വിശ്വാസമുണ്ടോ, വിചാരണയിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അവർക്കുള്ളതാണ്. യതജറഉഹു, അവർ ആ പരലോകത്ത് അള്ളാഹു അവർക്ക് നൽകുന്ന ആ പാനീയം കുടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. എന്നാൽ വലാ യകാദു യുസീഹുഹു, അവർക്കത് കുടിക്കാൻ കഴിയൂല. മനുഷ്യന്റെ ചെലവും മനുഷ്യന്റെ രക്തവുമൊക്കെ അവർക്ക് നൽകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദാഹം കൊണ്ട് അതെങ്കിൽ അത് എന്ന് വിചാരിച്ച് കുടിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് അവരുടെ തൊണ്ടയിലൂടെ ഇറങ്ങുകയില്ല. എന്ന് മാത്രമല്ല, വയഅ്തീഹിൽ മൗതു മിൻ കുല്ലി മക്കാനിൻ, മരണം അവരുടെ ചുറ്റും ഇങ്ങനെ അവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രയാസത്തിന്റെ സമയത്ത് മനുഷ്യൻ പറയല്ലോ, ഇതിലേറെ നല്ലത് മരിക്കുകയാണ്. പറയാൻ പറ്റൂല. ദുനിയാവിൽ നിന്ന് ചില ആളുകൾ അങ്ങനെ പറയല്ലോ. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, പടച്ചോനെ ഇവിടെ എങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് മരിപ്പിച്ചൂടെ. ഇല്ല, വമാ ഹുവ ബിമയ്യിത്തിൻ, അവർ മരിക്കുകയില്ല. മിൻ വറാഇഹി അദാബുൻ ഗലീൽ, അവർക്ക് വേദനയേറിയ ശിക്ഷ ഈ ശിക്ഷയ്ക്ക് ശേഷം വീണ്ടുമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഈ ഇത് ഓർക്കുന്ന, ഇതറിയുന്ന, ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന് അത് ചെയ്യാൻ സാധിക്കുമോ? അതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അല്ലാഹുവേ, എനിക്ക് നീ ഹുക്മ നൽകണം, ഹലാലും ഹറാമും എന്റെ ജീവിതത്തിൽ വേർതിരിച്ചറിയാൻ സാധിക്കണം, ഹറാമിൽ നിന്ന് മാറി നിന്ന് ഹലാല് ചെയ്യാൻ എന്നെ അനുവദിക്കണം റബ്ബേ, അതിനുള്ള തൗഫീഖ് എനിക്ക് നൽകണം റബ്ബേ എന്നതാണ് പ്രാർത്ഥന. ജീവിതത്തിൽ നമസ്കരിക്കുന്നവർ, വ്രതമനുഷ്ഠിക്കുന്നവർ, ഉംറ നിർവഹിച്ചവർ, ഇവരൊക്കെ ചിലരെങ്കിലും സമൂഹത്തിൽ ഒരു ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ കൈക്കൂലിയുമായി വരുമ്പോ ഇതെനിക്ക് വാങ്ങാൻ പറ്റൂല എന്ന അറിവുള്ളവനാണ്. ആ അറിവ് ഒന്നാമത്തെ ദിവസം ഓഫീസിലെത്തുമ്പോ ഉണ്ടാവും. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരിട്ടെടുക്കുമ്പോ 2 കൊല്ലം കഴിയുമ്പോ ഒന്നും പ്രശ്നമല്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അവരുടെ ഹലാലാക്കലാണ് ഇതൊക്കെ. പക്ഷെ ഇത് എത്ര കാലം ജോലിയെടുത്താലും എന്റെ ശരീരത്തിൽ, എന്റെ മക്കളുടെ വയറ്റിൽ, എന്റെ രക്തത്തിൽ, എന്റെ മാംസത്തിൽ ഒരു ഹറാമിന്റെ പണമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമ്പോഴാണ് പ്രായമൊക്കെ ഇങ്ങനെ ഹജ്ജിന് പോകുമ്പോ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു മനസ്സിനൊരു കുത്തുണ്ടാവും, അടച്ചോനെ ഇത് സ്വീകരിക്കൂലേ. സമ്പത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ അതാണ്. അതറിയാതെ പെട്ട് കഴിഞ്ഞാൽ പെട്ടതന്നെ നീക്കം ചെയ്യാൻ കഴിയൂല. ആ പരലോകത്ത് വഖാലൂ ലിജുലൂദിഹിം, മനുഷ്യർ അവരുടെ തൊലികളോട് പറയും, ലിമ ശഹിദ്തും അലൈന, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിച്ചത്? തൊലികൾ മനുഷ്യനെതിരെ സാക്ഷ്യം വഹിക്കുമ്പോ മനുഷ്യനത് പിടിച്ചെടുക്കാൻ കഴിയില്ല. കണ്ണുകൾ സാക്ഷ്യം വഹിക്കും, കാതുകൾ സാക്ഷ്യം വഹിക്കും, നാവ് സാക്ഷ്യം വഹിക്കും, കൈകാലുകൾ സാക്ഷ്യം വഹിക്കും. തൊലി കൂടി സാക്ഷ്യം വഹിക്കുമ്പോ മനുഷ്യന് സഹിക്കൂല. കാരണം തൊലിയെയാണ് നമ്മൾ ഏറ്റവും നന്നായി സംരക്ഷിച്ചത്. നമ്മുടെ കാല്, നമ്മുടെ കൈ, അതിന്റെ തൊലി, മുഖം, ഇതൊക്കെ നമ്മൾ ശരിക്കും കൊണ്ടുനടന്നതാണ്. അപ്പൊ മനുഷ്യൻ ചോദിക്കുന്നതാണ്, ലിമ ശഹിദ്തും അലൈന, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിച്ചത്? ഖാലു അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹുവാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. വഹുവ ഖലഖകും അവ്വല മറ, അവനാണല്ലോ ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചത്. വഇലൈഹി തുർജഊൻ, അവങ്കലേക്കാണല്ലോ നിങ്ങളുടെ മടക്കം. അപ്പോൾ തൊലി പോലും സാക്ഷ്യം വഹിക്കുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. കയ്യല്ല, കയ്യിന്റെ ഈ തൊലി പോലും അങ്ങനെ വരാനുണ്ട് എന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നന്മയെ ചെയ്യൂ. അറിയാതെ തിന്മ സംഭവിച്ചാൽ വളരെ ഖേദത്തോടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആ മനുഷ്യന് സാധിക്കും. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ കൂട്ടുകാരെന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി റബ്ബിനോട് പറയുന്നത്, അള്ളാഹുവേ, ഹലാലും ഹറാമും ജീവിതത്തിൽ മനസ്സിലാക്കാൻ, ജീവിതത്തിൽ ദീനിനെ കുറിച്ചുള്ള അറിവുണ്ടാകാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവേ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബേ എന്നതാണ്. ആ കാര്യം ഇബ്രാഹിം നബി ചെയ്തു, അനുസരിച്ചു. അതാണ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അള്ളാഹു മൊത്തത്തിൽ റബ്ബ് പറയാ, ഇബ്രാഹിം നബിയോട് നാം അസ്ലിം, പൂർണ്ണമായി എന്നെ അനുസരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി
ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. അത് അവിടെയും അവസാനിച്ചില്ല. ഖുർആന്റെ ആയത്ത് ഇതേ കാര്യം ഇബ്രാഹിം നബി മക്കളോടും പറഞ്ഞു. വവസ്വാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാമയും മക്കളെ ഉപദേശിച്ചു. യാ ബനിയ, എന്റെ പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ മതമുണ്ടല്ലോ, ഇസ്ലാം എന്ന മതം, മുസ്ലിമായി ജീവിക്കുക എന്നത് ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വിശിഷ്ടമായി ലഭിച്ചതാണ് കേട്ടോ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് ജീവിതത്തിൽ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ബന്ധങ്ങൾ, സംസ്കാരങ്ങൾ എല്ലാം പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുക. ഹറാമിലേക്ക് പോകാതെ ജീവിക്കുക, ഹലാലിൽ ജീവിക്കുക. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ജീവിക്കരുത് കേട്ടോ എന്നതാണ് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാമയും മക്കളെയും ഉപദേശിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബി ഹബ്ലി ഹുക്മൻ, അല്ലാഹുവേ നീ എനിക്ക് ഹുക്മ നൽകണം, വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, നാളെ പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്ന പ്രാർത്ഥന ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.